വീണ്ടും വരുന്നവനായ ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ പ്രത്യേക പഠനം ബൈബിളിനെ കുറിച്ചുള്ളതാണ്. 98ാമത്തെ അവതരണത്തിൽ നാം എത്തി നിൽക്കുന്നു. മനുഷ്യകുലത്തിന് ദൈവം നൽകിത്തന്ന ഏറ്റവും വലിയ വരദാനം, മനുഷ്യൻ്റെ പാതകളെ ക്രമീകരിക്കുവാൻ, നേരെയാക്കാൻ, നടത്തുവാൻ, പരിപാലിക്കുവാൻ ദൈവം മനുഷ്യകുലത്തെ അനുഗ്രഹിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വെളിപാടുകളിലൂടെയാണ്. നടക്കേണ്ടുന്ന വഴി അറിയാത്ത മനുഷ്യന് ദൈവം തന്നെ നടക്കേണ്ട വഴികൾ കാണിച്ചു തരുന്നു. എവിടെ നടക്കണം, എങ്ങനെ നടക്കണം, എപ്രകാരം നടക്കണം എന്നുള്ളത് ദൈവം തൻ്റെ വിശുദ്ധ ഹിതപ്രകാരം മനുഷ്യവർഗത്തോടുള്ള സ്നേഹത്താൽ ദൈവം നമുക്ക് അറിയിച്ചു തരികയാണ് വിശുദ്ധ ബൈബിളിലൂടെ. പക്ഷേ ഈ ബൈബിൾ അനേകരുടെ കൈകളിലും ഭവനങ്ങളിലും ഉണ്ട് എങ്കിലും ഈ ബൈബിൾ എങ്ങനെ അറിയണം, ഇതെങ്ങനെയാണ് ക്രമീകരിക്കപ്പെട്ടത്, ബൈബിൾ എന്താണ്, ബൈബിളിൻ്റെ പ്രാധാന്യം, വിശുദ്ധിയും എന്താണെന്ന് പലർക്കും അജ്ഞാതമാണ്. ദൈവവചനം നമുക്ക് നൽകിത്തന്നത് വായിച്ച് പഠിച്ച് അനുസരിക്കാനാണ്, പരിശീലിക്കാനാണ്, അതിൽ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ വേണ്ടിയാണ്. പലരും അത് നിസ്സാരമാക്കി കളയും. ഏറ്റവും പ്രധാനം ഒരു അധ്യായത്തിലാണ് നാം ഈ പഠനത്തിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. 98ാമത്തെ അവതരണത്തിൽ എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ ചിന്തിക്കാൻ ആരംഭിച്ചത് ബൈബിളിൻ്റെ അധികാരം. ബൈബിളിനൊരു അധികാരമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അന്തിമമായി നമ്മെ ന്യായവിധിക്കാൻ പോകുന്നത് ബൈബിളാണ്, ദൈവത്തിൻ്റെ വിശുദ്ധ വചനമാണ്. വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ, ചട്ടങ്ങൾ, കൽപ്പനകൾ, പ്രമാണങ്ങൾ, ഇതിന് നാം കണക്ക് പറയണം. ഇതനുസരിച്ചാണ് നാം ജീവിക്കേണ്ടത്. എന്തുകൊണ്ട് ഇത് കേട്ടില്ല, എന്തുകൊണ്ട് അനുസരിച്ചില്ല, എന്തുകൊണ്ട് വചനത്തെ സ്നേഹിച്ചില്ല എന്ന് നാം കണക്ക് പറയേണ്ടതാണ്. ഈ അധികാരത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ്, മനുഷ്യൻ്റെ പുസ്തകമല്ല. ബൈബിൾ ദൈവത്തിൻ്റെ പുസ്തകമാണ്. ബൈബിൾ ദൈവത്തിന് നൽകപ്പെട്ടതാണ്. ബൈബിൾ വ്യക്തമായി അവകാശപ്പെടുന്നു, ദൈവശ്വാസീയമായ ദൈവ വെളിപാടാണ് ബൈബിൾ. ദൈവശ്വാസീയമാണ്, ദൈവിക വെളിപാടാണ്. ഇപ്പോൾ രണ്ട് ഭാഗങ്ങൾ അവിടെയുണ്ട്, രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് വെളിപാട്, ഒന്ന് ദൈവശ്വാസീയത. വെളിപാടിനെക്കുറിച്ച് നമ്മൾ കണ്ടപ്പോൾ പ്രകൃതിയിലൂടെ വെളിപാട്, റോമലേഖനം 1-ാം അധ്യായത്തിലും പ്രവർത്തികളുടെ അപ്പോസ്തലരുടെ പുസ്തകം 14-ാം അധ്യായത്തിലും സങ്കീർത്തനം 19-ലും ഇങ്ങനെ പല വാക്യങ്ങളിൽ നമുക്ക് കാണാം ദൈവം പ്രകൃതിയിലൂടെ തൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി, തൻ്റെ അദൃശ്യമായ, സാധാരണ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ദൈവത്തെക്കുറിച്ചുള്ള സാക്ഷ്യം പ്രകൃതിയിലൂടെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ദൈവം തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. നമുക്ക് തന്ന തൃപ്തിയും ആഹാരവും സന്തോഷവും സമാധാനവും ഇങ്ങനെയെല്ലാം ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം അനുഗ്രഹിച്ചതാണ് ഈ ഭൂമി എന്നുള്ളത് കാണിച്ചു തരികയാണ് മനുഷ്യൻ്റെ വാസത്തിനായിട്ട്. രണ്ടാമത്തെ ഏരിയ ദൈവശ്വാസീയത, വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. എന്താണ് ദൈവശ്വാസീയത? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ തിരഞ്ഞെടുത്ത് അവരെ ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഉപയോഗിച്ച് ദൈവം മനുഷ്യനെ അറിയിക്കുവാനുള്ള കാര്യങ്ങൾ അവരിലൂടെ അറിയിച്ചു. അവർ പൂർണ്ണമായ ആത്മനിയന്ത്രണത്തിലായിരുന്നു. ദൈവശ്വാസീയത എന്ന് പറഞ്ഞാൽ അതാണ്. തിമോത്തിയോസിനോട് പൗലോസ് വ്യക്തമായി എഴുതി, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമായി. പത്രോസും അത് കാണിച്ചു തന്നു. തിരുവെഴുത്തിൽ ഒരു പ്രവചനങ്ങളൊന്നും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു ചിന്തയുണ്ടാകില്ല. ദൈവത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും മനുഷ്യൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരമാർഗമൊന്നും മനുഷ്യൻ്റെ ചിന്തയിൽ ഉരുത്തിരിയില്ല. അത് ദൈവത്തിൽ നിന്ന് മാത്രമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ പ്രശ്നം എന്താണ്, പ്രശ്നത്തിൻ്റെ പരിഹാരം എന്താണെന്ന് കാണിച്ചു തരാൻ കഴിയുന്നത് സൃഷ്ടാവായി സർവജ്ഞാനിയായ ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ട് ദൈവവചനം അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ദൈവശ്വാസിയുടെ തെളിവുകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ പലവിധ തെളിവുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ദൈവവചനം പഠിക്കാനും അറിയാനും ആഗ്രഹിക്കുന്ന എല്ലാവരും അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. ഈ പുസ്തകം കയ്യിലെടുക്കുമ്പോൾ ആ പുസ്തകത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയണമെങ്കിൽ ഈ തെളിവുകൾ, ഇത് ദൈവശ്വാസീയമാണ്, ദൈവത്തിൻ്റെ പുസ്തകമാണ്, ദൈവം ശ്വസിച്ച് നമുക്ക് നൽകിയതാണ്. ശ്വാസത്തിൽ ജീവനുണ്ടാകും. ദൈവത്തിൻ്റെ വചനത്തിൽ ജീവനുണ്ട്. ദൈവത്തിൻ്റെ വചനം വായിക്കുകയും പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ, ഹൃദയപൂർവ്വം അത് അനുസരിക്കുമ്പോൾ, കീഴ്പ്പെടുമ്പോൾ അത് നൽകുന്ന നിത്യമായ ആത്മീയ ജീവൻ സ്വന്തമാക്കും. പക്ഷേ ഈ പുസ്തകത്തെക്കുറിച്ച് ബഹുമാനത്തോടെ സ്വീകരിക്കണം, അതായിരിക്കുന്ന പോലെ വിശ്വസിക്കണം. ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ ഐക്യത വിഷയത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ 66 പുസ്തകങ്ങൾ, അംഗീകരിക്കപ്പെട്ട 66 കാനൂനിക ഗ്രന്ഥങ്ങൾ. അതിന് പുറകെ മനുഷ്യരെഴുതിയ ദൈവവചനമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച പല ഗ്രന്ഥങ്ങൾ ലോകം തള്ളിക്കളഞ്ഞു. ക്രിസ്തു അപ്പോസ്തലന്മാരെ ഉപയോഗിച്ചിട്ടില്ല അവയൊന്നും. അന്നത്തെ കാലത്തിലും ഉണ്ടായിരുന്നു. പിന്നീട് റോമൻ കത്തോലിക്ക സഭ കൊണ്ടുവരാൻ ശ്രമിച്ച അനേകം പുസ്തകങ്ങൾ അപ്പോക്രിഫ എന്ന പേരിൽ, അതൊക്കെ ചരിത്രം തള്ളിക്കളഞ്ഞു. അതൊന്നും വചനപ്രകാരമുള്ള ദൈവശ്വാസീയ ഗ്രന്ഥങ്ങളല്ല. അതിൽ പല അബദ്ധങ്ങളും തെറ്റുകളുമുണ്ട്. ദൈവവചനപ്രകാരം കാനൂനിക നിയമം, അളവുകോൽ എന്നർത്ഥമുള്ള കാനോൻ, ആ കാനൂനിക നിയമപ്രകാരമുള്ള 66 പുസ്തകങ്ങൾ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട പുസ്തകങ്ങളാണ്. അത് അപ്രകാരം നിൽക്കുന്നതിൻ്റെ ചില കാരണങ്ങളുണ്ട്. അതിൻ്റെ ഐക്യത പ്രധാനമാണ്. ഈ പുസ്തകങ്ങൾ ഏകദേശം 1500 വർഷത്തിൻ്റെ കാലയളവ് കൊണ്ട് 40-ലധികം എഴുത്തുകാരിൽ എഴുതപ്പെട്ടു.
അവരെല്ലാം പല സാഹചര്യങ്ങളിൽ, പല സംസ്കാരങ്ങളിൽ, പല ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് പല ദൗത്യത്തിലും തൊഴിലിലുമായിരുന്നവർ. പക്ഷെ അവരെഴുതിയ പുസ്തകത്തിലെല്ലാം നൽകുന്ന സന്ദേശം ഏകമാണ്, ഏകമായ സന്ദേശമാണ്. മനുഷ്യവർഗത്തെ നയിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ, അത് വളരെ പ്രധാനമാണ്. ഈ ഐക്യത എന്ന വിഷയത്തിൽ രണ്ട് തരം ഐക്യതയുണ്ടൊന്ന്, അത് സംഘടിപ്പിക്കപ്പെട്ട നിലയിൽ ഓർഗാനിക് യൂണിറ്റി, അതിൻ്റെ സംഘടിത രീതിയിലുള്ള ഐക്യത, അത് സംഘടിപ്പിച്ചിരിക്കുന്ന ചേർത്ത് വച്ചിരിക്കുന്നതിലെ ഐക്യത. ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും ആവശ്യമാണ് ബൈബിളിലെ വിഷയം അവതരിപ്പിക്കാൻ. ബൈബിളിൽ അവതരിപ്പിക്കുന്ന വിഷയം നമുക്കറിയാം, മനുഷ്യവർഗത്തിൻ്റെ രക്ഷ, മനുഷ്യകുലത്തിൻ്റെ ആത്മരക്ഷ എന്ന വിഷയം അവതരിപ്പിക്കാൻ എന്തെല്ലാം വിവരങ്ങൾ മനുഷ്യന് ആവശ്യമായോ അതെല്ലാം ഈ 66 പുസ്തകങ്ങളിലുണ്ട്. ഒരു പുസ്തകം മറ്റൊരു പുസ്തകത്തെ പിന്താങ്ങുന്നു. സുവിശേഷ പുസ്തകങ്ങളുടെ പ്രാധാന്യം, തുടർന്ന് അപ്പോസ്തലിക പ്രവൃത്തികൾ, അതിലേക്ക് നടത്തിയ പഴയ ഗ്രന്ഥങ്ങളെല്ലാം ഒന്നിനോട് ബന്ധപ്പെട്ടതാണ്. ഇതെല്ലാം ചുറ്റിത്തിരിയുന്നത് ഒരു ജീവിത തത്വത്തിലാണ്. ആ ജീവിത തത്വം എന്ന് പറയുന്നത് മനുഷ്യകുലത്തിന് ദൈവം വെളിപ്പെടുത്തിയ രക്ഷാമാർഗം, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ആവശ്യമായ ദൈവത്തിൻ്റെ മാർഗങ്ങൾ, കൂടാതെ അതിനോടുള്ള മനുഷ്യൻ്റെ അനുസരണം. ഇതാണ് പ്രധാനമായ ഉദ്ദേശം. ദൈവത്തെ അനുസരിക്കുക. എന്താണ് അനുസരിക്കേണ്ടത്? രക്ഷിക്കപ്പെടാനുള്ള മാർഗങ്ങൾ, ദൈവ പദ്ധതി വ്യക്തമായി വെളിപ്പെടുത്തി. ഇതാണ് പ്രധാന വിഷയം. രണ്ടാമത്തെ വിഷയം ഇതിൽ ഉപദേശത്തിലെ ഐക്യത. ഒന്ന് സംഘടിപ്പിച്ചതിലെ ഐക്യത, രണ്ട് ഉപദേശത്തിലെ ഐക്യത. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ. ആദ്യ പുസ്തകം ഉൽപ്പത്തി, തുടർന്ന് വെളിപാട് പുസ്തകം. അതിലെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള ദൈവ പദ്ധതി. കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷകൻ, ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട ഏകരക്ഷകൻ, ഏകരക്ഷാനാമം, ആ യേശുക്രിസ്തുവിലൂടെ മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് വെളിപാട് പുസ്തകം വരെ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകത്തിലെ പ്രധാന പ്രമേയം. എല്ലാ ഉപദേശങ്ങളും മനുഷ്യരെ നയിക്കുകയാണ് എങ്ങോട്ട്? ദൈവവുമായുള്ള ശരിയായൊരു ബന്ധം. ലോകം വഴിതെറ്റിക്കുന്നത് അവിടെയാണ്. ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല, എന്നിട്ട് ദൈവത്തിലേക്ക് എത്തിക്കാനുള്ള മാർഗം വഴിതെറ്റിക്കുന്നു. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്നത്, ബൈബിൾ മാത്രമാണ് ഇത് വെളിപ്പെടുത്തുന്നത്, യഥാർത്ഥത്തിൽ ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള മാർഗം എന്താണ്, പരസ്പരമുള്ള മനുഷ്യകുലത്തിൽ അന്യോന്യമുള്ള ബന്ധം എങ്ങനെ കൊണ്ടുപോകാം, ഇത് പഠിപ്പിക്കുന്ന ഏക ഗ്രന്ഥം ബൈബിളാണ്. പരസ്പരമുള്ള മാനുഷികമായ ബന്ധങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന എഴുതുന്ന പുസ്തകങ്ങൾ ലോകത്തിലുണ്ടാകാം. പക്ഷേ ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ, യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ, പാപനിമിത്തം നഷ്ടപ്പെട്ടു പോയ ആ ബന്ധത്തിലേക്ക് മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരുവാൻ എന്തൊക്കെയാണ് മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ടത്, മനുഷ്യരനുസരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ലോകത്തിലെ ഏക ഗ്രന്ഥം ബൈബിളാണ്. ബൈബിളിൽ പരസ്പര വിരുദ്ധമായി ഒന്നുമില്ല, ചേർച്ചയില്ലാത്തതായി ഒന്നുമില്ല. ബൈബിൾ അറിയാത്തവർ അങ്ങനെ പറയും. പക്ഷെ ബൈബിൾ പഠിച്ചു നോക്കുന്നവർ, ബൈബിൾ വായിച്ച് പഠിച്ചിട്ടുള്ളവർ ഒരിക്കലും അത് സമ്മതിക്കില്ല. അവർക്ക് നന്നായിട്ടറിയാം ബൈബിളിൽ പരസ്പര വിരുദ്ധമായി ഒന്നുമില്ല, ചേർച്ചയില്ലാത്തതൊന്നുമില്ല. കാരണം ഇത് ദൈവത്തിൽ നിന്നുള്ളതാണ്. ദൈവത്തിൽ നിന്നുള്ളത് ചേർച്ചയില്ലാതാകില്ല, പരസ്പര വിരുദ്ധമാകില്ല. അപ്പോൾ ബൈബിൾ പഠിച്ചാൽ, വായിച്ച് മനസ്സിലാക്കിയാൽ ആ തെറ്റിദ്ധാരണ മാറിക്കിട്ടും. മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ബൈബിൾ പോലെ ഒരു ഗ്രന്ഥമുണ്ടാകില്ല. അതിലടങ്ങുന്ന വിഷയങ്ങൾ, ചിന്തകൾ, ഉന്നതമായ കാഴ്ചപ്പാടുകൾ, നിത്യമായ കാഴ്ചപ്പാടുകൾ, സ്വർഗത്തെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച്, കർത്താവ് യേശുവിൻ്റെ ക്രൂസിലെ യാഗത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, ഇവയൊന്നും മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളല്ല. അപ്പോൾ ഒന്നാമത് നമ്മൾ കണ്ടു ബൈബിളിൻ്റെ ഐക്യം. രണ്ട്, ബൈബിൾ അജയ്യമാണ്, നശിക്കാത്തതാണ്, നശിപ്പിക്കാൻ കഴിയാത്ത. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ കർത്താവ് യേശു ഇപ്രകാരം പ്രസ്താവിച്ചു. മത്തായി 24:35, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആകാശഭൂമി ഒഴിഞ്ഞു പോകും. ഈ സൃഷ്ടിക്കപ്പെട്ടതാണ് ആകാശഭൂമി, അതൊരിക്കൽ അവസാനിക്കും. അത് വചനവും വ്യക്തമായി പത്രോസ് ലേഖനത്തിൽ പറയുന്നു. അതേ പത്രോസ് തന്നെ ഇതേ സത്യം ഓർമ്മിപ്പിക്കും. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ പത്രോസ് ഇപ്രകാരം പറഞ്ഞു, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു, അജയ്യമാണ്, നശിക്കാത്തതാണ്. ഇപ്പോൾ ബൈബിളിൽ 66 പുസ്തകങ്ങളടങ്ങുന്ന സമ്പൂർണ്ണ ബൈബിൾ മനുഷ്യൻ്റെ കൈകളിൽ ലഭിച്ചിട്ട് 2000-ൽ പരം വർഷങ്ങൾ കഴിഞ്ഞു. പഴയ നിയമം, പ്രത്യേകിച്ച് എൻ്റെ പഞ്ചൈക ഗ്രന്ഥം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം തുടങ്ങിയ ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ, മോശയിലൂടെ നൽകപ്പെട്ട ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ 3500-ൽ പരം വർഷങ്ങളായി മനുഷ്യൻ്റെ കൈകളിലുണ്ട്. ഇന്നും മനുഷ്യൻ്റെ കയ്യിൽ ആ പുസ്തകമുണ്ട്. അത് വായിക്കുന്നു, പഠിക്കുന്നു, അറിയുന്നു. ലോകത്തിൽ അനേക പുസ്തകങ്ങളുണ്ടാകാം, വളരെയധികം വർഷങ്ങളായി നീണ്ടു നിൽക്കുന്നത്. പക്ഷേ ബൈബിൾ മാത്രമാണ് ഒരു മനുഷ്യൻ്റെ ആത്മീകമായ, മതപരമായ വിശ്വാസത്തിന് അടിസ്ഥാനമായി നൽകപ്പെട്ട ഗ്രന്ഥം. മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ വഴിതെറ്റിക്കുന്നവയാണ്, ദൈവത്തിൽ നിന്നുള്ളവയല്ല, മനുഷ്യർ എഴുതിയുണ്ടാക്കിയതാണ്.
ബൈബിൾ മാത്രമാണ് ദൈവത്തിൻ്റെ ഗ്രന്ഥം. ദൈവശ്വാസ്യത ഭൂമിയിലെ ഒരു പുസ്തകത്തിനും അവകാശപ്പെടാൻ പറ്റില്ല. ബൈബിൾ ലോകത്തിൽ കോടിക്കണക്കിന് ജീവിതങ്ങൾ ഏറ്റവും അധികം പ്രിയപ്പെടുന്ന പുസ്തകമാണ്. മാനുഷികമായിട്ടുള്ള ഒരു ഗ്രന്ഥത്തിനും മനുഷ്യൻ എഴുതിയുണ്ടാക്കിയ ഒരു പുസ്തകത്തിനും അജയ്യമായി നിൽക്കാൻ കഴിയില്ല. കാരണം പരിഷ്കരിക്കേണ്ടി വരും, തെറ്റുകുറ്റങ്ങളുണ്ടാകും, വിവരണങ്ങളിൽ തെറ്റുണ്ടാകാം, വർഷം കഴിയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം കുറയും. പക്ഷെ ബൈബിൾ ഒരിക്കലും പ്രാധാന്യം കുറയില്ല, എന്നും പുതുമയോടെ നിൽക്കുന്നു, എന്നും മനുഷ്യനെ സ്വാധീനിക്കുന്നു. ഇത് ദൈവത്തിൽ നിന്ന്, നിത്യനായ ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ചൊരു പുസ്തകമാണ്. ഭൂമിയിൽ മനുഷ്യൻ ഉള്ളിടത്തോളം കാലം മനുഷ്യന് ആവശ്യമായ പുസ്തകമാണ്. ഇത് ചരിത്രത്തിൽ വന്നത് ദൈവത്തിൽ നിന്നാണ്, മനുഷ്യൻ്റെ കയ്യിൽ നിന്നല്ല. മൂന്നാമത് ഇതിൻ്റെ സാമൂഹ്യ സ്വാധീന ശക്തി. ബൈബിളിൻ്റെ സാമൂഹ്യ സ്വാധീന ശക്തി. ഭൂമിയിൽ ഒരു സാഹിത്യരചനയും ഒരു ചരിത്രത്തിൽ മറ്റൊന്ന് ഇത്രമാത്രം സമൂഹങ്ങളെ സ്വാധീനിച്ചിട്ടില്ല ബൈബിൾ പോലെ. കോടാനുകോടി ജീവിതങ്ങൾ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളാൽ സ്വാധീനിക്കപ്പെട്ടു, ജീവിതത്തിൽ രൂപാന്തരം സംഭവിച്ചു. മലിനപ്പെട്ട മ്ലേച്ഛകരമായ അകൃത്യത്തിലും പാപത്തിലും മുഴുകിയ ജീവിതങ്ങൾ ദൈവവചനത്തിൻ്റെ സ്വാധീനത്താൽ ജീവിതം രൂപാന്തരപ്പെട്ടു, മാറ്റപ്പെട്ടു. ബൈബിള് മനുഷ്യൻ്റെ കണ്ടുപിടുത്തമല്ല, മനുഷ്യനുണ്ടായതല്ല. മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ ഈ തരത്തിലുള്ള സാമൂഹ്യമായ സ്വാധീനം ചരിത്രത്തിൽ നടത്തുവാൻ കഴിയില്ല. അപ്പോൾ ബൈബിൾ ദൈവശ്വാസ്യമായ ദൈവവചനമാണ്. അത് അങ്ങനെ സ്വീകരിച്ചിട്ടുള്ള എല്ലാവരും, അങ്ങനെ അനുസരിച്ചിട്ടുള്ള എല്ലാവർക്കും മാറ്റങ്ങൾ വന്നു. കാരണം ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതാണ്. അത് ഹൃദയപൂർവ്വം അനുസരിച്ചാൽ, അത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഉൾനട്ടാൽ അത് അനുഗ്രഹം കൊണ്ടുവരും. ബൈബിള് അനേക സമൂഹങ്ങളെ അനുഗ്രഹത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. അത് അംഗീകരിച്ചപ്പോൾ, ബൈബിൾ ദൈവജനമായി അംഗീകരിച്ചപ്പോൾ ബൈബിളിൻ്റെ സാമൂഹ്യ സ്വാധീന ശക്തി. നാലാമത് ഇതിൻ്റെ ചരിത്രപരമായ കൃത്യത. ബൈബിളിൻ്റെ ചരിത്രപരമായ കൃത്യത. ലോകത്തിലെ ഒരു കണ്ടുപിടുത്തങ്ങളും ബൈബിളിൻ്റെ വിഷയങ്ങൾ, ബൈബിളിൽ നൽകുന്ന വിവരങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്ന് പറയുന്നത് തക്കമായിട്ടൊന്നും ചരിത്രത്തിലില്ല. ചരിത്രത്തിൽ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലതും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ബൈബിളിൽ നൽകപ്പെട്ട ഒരു ചരിത്ര പ്രസ്താവനകൾക്ക് വിരുദ്ധമായിട്ട് ഒന്നും പ്രപഞ്ചത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ബൈബിൾ പറഞ്ഞതെല്ലാം കൃത്യമാണ്. അത് ബൈബിളിൻ്റെ ഒരു ദൈവശ്വാസ്യത കാണിച്ചു തരികയാണ്. ഇവിടെ ദൈവത്തിന് അറിയാവുന്ന പോലെ വേറൊന്നും അറിയില്ല. സമുദ്രത്തിൽ പാതയുണ്ടെന്ന് ദൈവം പറഞ്ഞു. അത് മനുഷ്യൻ രോഗക്കിടക്കയിൽ കിടന്ന് മകനെ കൊണ്ട് ബൈബിൾ വായിച്ചപ്പോഴാണ് ഈ സമുദ്രത്തിൻ്റെ പാതയെക്കുറിച്ച് ബൈബിളിൽ 8-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ടത്. രോഗം സുഖപ്പെട്ട ശേഷം അദ്ദേഹം ആ പാത കണ്ടെത്തി ലോകത്തിൽ സമ്മാനിച്ചു. ബൈബിളിൽ നിന്നാണ് വിവരം കിട്ടിയത്. മനുഷ്യരുടെ രക്തത്തിലെ അണുക്കൾ ഉണ്ടാകുമെന്നുള്ള വിവരമുണ്ടായി. മനുഷ്യരുടെ രക്തത്താൽ ഉണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ച് കേട്ടു. മൂടിക്കെട്ടേണ്ടതിൻ്റെ, മാസ്ക് ധരിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് ഇതൊക്കെ ബൈബിളിൽ പണ്ട് തന്നെ പറഞ്ഞതാണ്. ഇങ്ങനെ പല കാര്യങ്ങൾ ബൈബിളിൽ വെളിപ്പെടുത്തപ്പെട്ടിരുന്നു. അതിൽ നിന്നാണ് ചരിത്രപരമായി അത് പിന്നീട് കണ്ടെത്തിയത്. ഇത് ദൈവശ്വാസ്യ പുസ്തകമാണ്. ദൈവത്തിന് മാത്രമേ പറഞ്ഞു തരാൻ പറ്റുകയുള്ളൂ. ചില പകർച്ചവാദികൾ വന്നാൽ അവരെ കുറച്ച് നാൾ മാറ്റി താമസിപ്പിക്കണം. അവരെ അങ്ങനെ മാറ്റി താമസിപ്പിച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവരെ കുളിപ്പിച്ച് മുടിയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് വേണം തിരിച്ച് പ്രവേശിപ്പിക്കാൻ. നമ്മളിന്ന് കണ്ടെയ്ൻമെൻറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു ഐസൊലേഷൻ പണ്ടുമുണ്ടായിരുന്നു. ഇതെല്ലാം ബൈബിളിൽ നേരത്തെ പരാമർശിച്ചിരുന്നു. ഭൂമിയെക്കുറിച്ച്, ലോകത്തിലെ പല രാജ്യങ്ങളെക്കുറിച്ച്, ചക്രവർത്തിമാരെക്കുറിച്ചൊക്കെ ബൈബിൾ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. ഒരിക്കൽ സമൂഹം തള്ളിക്കളഞ്ഞു, ലോകം തള്ളിക്കളഞ്ഞു. ബൈബിൾ പറയുന്നില്ല അങ്ങനെ ചക്രവർത്തി ഉണ്ടായിരുന്നില്ല, അങ്ങനെ മെസൊപ്പൊട്ടാമിയ എന്ന രാജ്യമോ ഊറുന്ന പട്ടണമോ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് കുഴിച്ചെടുത്തു. ഭൂമിയുടെ പലയിടത്തു നിന്ന് കുഴിച്ചെടുത്ത് ഫലകങ്ങൾ തെളിയിച്ചു. ചരിത്രപരമായ കൃത്യത ബൈബിളിലുണ്ട് എന്നുള്ള അനവധി വിഷയങ്ങൾ ഇതുപോലെയുണ്ട്. നമുക്കത് വായിച്ച് പഠിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ബൈബിളിലെ വിവരങ്ങൾ ചരിത്രപരമായ കൃത്യതയുള്ളതാണ്. അഞ്ചാമതായി പ്രധാനപ്പെട്ട വിഷയം പരാമർശിച്ച് നമുക്കിന്ന് അവസാനിപ്പിക്കാം. ബൈബിളിലെ പ്രവചനം. ഇത് വളരെ പ്രധാനപ്പെട്ട തെളിവാണ്. ബൈബിൾ ദൈവശ്വാസ്യമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബൈബിളിലെ പ്രവചനങ്ങൾ. അത് വളരെ സ്വാധീനം ചെലുത്തുന്നതാണ്. പ്രവചനമെന്ന് പറഞ്ഞാൽ വാക്കുകളിലെ അത്ഭുതമെന്ന് വേണമെങ്കിൽ പറയാം. വാക്കുകളിലൂടെ നൽകപ്പെടുന്ന അത്ഭുതം, അതാണ് പ്രവചനം. പ്രവചനം ഭാവി പ്രവചിക്കുകയല്ല. പ്രഡിക്ഷൻ എന്ന വാക്കും പ്രോഫസി എന്ന വാക്കും രണ്ടാണ്. പ്രവചനം എന്നുള്ളത് ചിലപ്പോൾ കാര്യങ്ങൾ മുൻകൂട്ടി പറയുക എന്നർത്ഥമല്ല. കാരണം ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നാളെ ഇങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്നതിനെയാണ് മുമ്പ് കൂട്ടി കണ്ട് ഭാവി പ്രവചിക്കുക. അത് പ്രവചിക്കുമ്പോൾ ഇപ്പോൾ ഈ കാറ്റിൻ്റെ ഗതി കണ്ടാൽ നാളെ ഒരു സുനാമി ഉണ്ടാകും എന്ന് പ്രവചിക്കുന്നു. ഇപ്പോഴത്തെ ഈ അവസ്ഥ കണ്ടുകൊണ്ട്, ഇപ്പോഴത്തെ തെളിവ് വെച്ചുകൊണ്ട് നാളെ വെള്ളത്തിന് ക്ഷാമമുണ്ടാകുമെന്ന് പ്രവചിക്കുന്നു. അപ്പോൾ ഇപ്പോഴുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് പറയുന്നത് മുൻകൂട്ടി പറയുന്ന ഒരവസ്ഥയാണ്. അതല്ല ബൈബിളിലെ പ്രവചനം എന്ന് പറയുന്നത്. ബൈബിളിലെ പ്രവചനം ഇപ്പോൾ യാതൊരു തെളിവുമില്ലാതെ, ഇന്ന് യാതൊരു സൂചനയും ഇല്ലാതെ തന്നെ ഭാവിയിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് പറയുന്നതാണ് ബൈബിളിൽ നൽകപ്പെട്ട പ്രവചനങ്ങൾ. രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഇന്ന് ലോകത്തിൽ ഇന്ന് നടക്കുന്ന പല സംഭവങ്ങൾ കണ്ടുകൊണ്ട് പലതും മുൻകൂട്ടി പറയാൻ പറ്റും.
നാളെ ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കാം. പക്ഷെ ബൈബിളിൽ പറയുന്ന പ്രവചനങ്ങൾ യാതൊരുവിധ മുന്നിൽ നേരത്തെ കാണാൻ കഴിയുന്ന യാതൊരു തെളിവും സൂചനയും ഇല്ലാതെ മുൻകൂട്ടി പറയുകയാണ്. നേരത്തെ ഒരു അഭിപ്രായ സമന്വയമില്ല. ഇപ്പോഴത്തെ ഏതെങ്കിലും ചിന്തകളോ സംഭവങ്ങളോ വെച്ചുകൊണ്ട് പറയുകയല്ല. ഉദാഹരണത്തിന് ബൈബിളിൽ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനമുണ്ട്. ബാബിലോൺ സാമ്രാജ്യകാലം. നെബൂഖദ്നേസർ രാജാവ് ചക്രവർത്തിയായി വാഴുന്ന ബാബിലോണിൻ്റെ സാമ്രാജ്യകാലം. ആ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരാണ് ദാനിയേൽ. ചക്രവർത്തി സ്വപ്നം കണ്ടു. ദാനിയേലിനെ വിളിച്ചു വരുത്തിയ സ്വപ്നത്തിൻ്റെ അർത്ഥം ചോദിച്ചു. ദാനിയേൽ ആ സ്വപ്നത്തിൻ്റെ അർത്ഥം കാണിച്ചു കൊടുത്തു. രാജാവ് കണ്ട വലിയ പ്രതിമയെക്കുറിച്ച്. രാജാവ് ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ അധിപനാണ്. ദൈവം ദാനിയേലിലൂടെ വെളിപ്പെടുത്തി വരാൻ പോകുന്ന 3 സാമ്രാജ്യങ്ങൾ. ബാബിലോൺ സാമ്രാജ്യത്തിന് ശേഷം ഭൂമിയിൽ വരാൻ പോകുന്ന 3 സാമ്രാജ്യങ്ങൾ. ഒന്ന് മിതോ പേർഷ്യൻ സാമ്രാജ്യം, തുടർന്ന് യവന സാമ്രാജ്യം, പിന്നെ റോമൻ സാമ്രാജ്യം. ചരിത്രത്തിൽ എൻ്റെ സൂചന പോലുമില്ല. ഇങ്ങനെ സാമ്രാജ്യങ്ങൾ വരുമെന്ന സൂചന പോലുമില്ല. നെബൂഖദ്നേസർ രാജാവിൻ്റെ ഭരണകാലത്ത് അതിൻ്റെ മകൻ ബെൽസസർ ഭരിക്കുമ്പോൾ മിതോ പേർഷ്യൻ ചക്രവർത്തിമാർ രാജാക്കന്മാർ വന്ന് കീഴടക്കി നശിപ്പിക്കും ബാബിലോൺ സാമ്രാജ്യം. പിന്നീട് ലോകപ്രസിദ്ധനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ യവന സാമ്രാജ്യം, പിന്നീട് റോമൻ സാമ്രാജ്യം. അലക്സാണ്ടർ ചക്രവർത്തി വളരെ പെട്ടെന്ന് തന്നെ മരണമടയുകയും 33-ാമത്തെ വയസ്സിൽ മരിക്കുകയും അതിൻ്റെ രാജ്യം 4 കഷ്ണങ്ങളായി വിഭജിക്കപ്പെടുകയും പിന്നീട് റോമൻ സാമ്രാജ്യം ഉണ്ടാകുകയും ചെയ്തു. ഇത് ചരിത്രത്തിൽ ചിന്തിക്കാൻ പോലും തെളിവില്ല. ഈ സമയത്താണ് ദൈവം വെളിപ്പെടുത്തിയത്. ഭൂമി പരന്നാണെന്ന് വിശ്വസിക്കുന്ന സമയത്ത് ദൈവം പറഞ്ഞു ഭൂമി ഉരുണ്ടതാണ്, ആഴത്തിൽ വൃത്തം വരച്ചിരിക്കുന്നു. ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞു. ചരിത്രം തെളിവില്ല. ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞവരെയൊക്കെ കൊന്നുകളഞ്ഞ കാലമുണ്ട്. റോമൻ കത്തോലിക്ക സഭ അങ്ങനെയുള്ള പലരെയും കൊന്നുകളഞ്ഞു. ദൈവവിരോധമാണെന്ന് പറഞ്ഞു. പക്ഷെ ബൈബിളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഭൂമി ഉരുണ്ടതാണെന്ന്. ഒരു കാലത്ത് ലോകം വിചാരിച്ച ഭൂമി പരന്നതാണ്. ഇപ്പോൾ ബൈബിളിലെ ചില കാര്യങ്ങൾ വ്യക്തമാണ്. ചില പ്രവചനങ്ങൾ നമ്മൾ കാണുക, അനേക കാര്യങ്ങൾ പോലെ നമുക്ക് പറയാൻ പറ്റും. ചില നഗരങ്ങളെക്കുറിച്ച്, സോർ പട്ടണത്തിൻ്റെ നാശത്തെക്കുറിച്ച് എസെക്കിയേൽ പറഞ്ഞു. നിനവയുടെ നാശത്തെക്കുറിച്ച് സെഫന്യാ 2:13 നാഹൂം 3:7 പറഞ്ഞു. അത് മുൻകൂട്ടി പറഞ്ഞു ബൈബിളിൽ. എന്തെങ്കിലും സൂചനയില്ല. വളരെ തഴച്ചു നിൽക്കുന്ന രാജ്യമാണ്. പക്ഷേ ദൈവനം പറഞ്ഞ് അധിക നാൾ നിൽക്കില്ല. ഈജിപ്തിനെക്കുറിച്ച്, ബാബിലോണിനെക്കുറിച്ച്, സോറിനെക്കുറിച്ചും നിനവയെക്കുറിച്ചും ഒക്കെ ദൈവം മുൻകൂട്ടി പറഞ്ഞു. അതുപോലെ സംഭവിച്ച ചരിത്രത്തിൽ ഇവിടെ ഇനി മനുഷ്യർ പാർക്കില്ല. കുറുക്കന്മാർ ഓടിയിടും, കുറുക്കന്മാർ ഓടി നടക്കും. ഈ പ്രദേശത്തിന് ഒരു വിളവും ഉണ്ടാകില്ല. പറഞ്ഞതുപോലെ തന്നെ ഇന്ന് സംഭവിച്ച തെളിവുകളായ ചരിത്രത്തിൽ കിടപ്പുണ്ട്. ഇതിലെല്ലാം ഏറ്റവും വലിയ പ്രവചനങ്ങൾ വെച്ച് ഏറ്റവും വലിയ പ്രവചനം ഒരാളെക്കുറിച്ച് പറഞ്ഞതാണ്, ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞതാണ്. 300-ലധികം വിവരങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലെ സുപ്രധാനമായ വളരെ വിശദാംശങ്ങൾ ഉൾപ്പെടെ 300ഓളം കാര്യങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു. ആ 300ഓളം കാര്യങ്ങൾ കൃത്യമായി സംഭവിച്ചു. ആകസ്മികമല്ല, യാദൃച്ഛികമല്ല, കൃത്യമായി അത് സംഭവിച്ചു. ഇതിൻ്റെ സാധ്യത കുറവാണ്. ഒരാളെക്കുറിച്ച് എൻ്റെ വ്യക്തമായി എവിടെ, ഏത് പട്ടണത്തിൽ ജനിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, ഏത് വേഷം ധരിക്കും, ഏത് വസ്ത്രം ധരിക്കും, ഏത് ഭക്ഷണം കഴിക്കും, തൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്നൊക്കെ 300ഓളം വിശദാംശങ്ങൾ മുൻകൂട്ടി ഒരു വ്യക്തിയെക്കുറിച്ച് പറയുക. അത് കൃത്യമായി നിറവേറ്റപ്പെടുകയും ചെയ്തു. സാധാരണ ഇത് അത് സാധ്യതയില്ല ഇങ്ങനൊരു കാര്യം സംഭവിക്കാൻ. 300-ൽ 1-2 ഇപ്പോൾ സാധിച്ചെന്ന് വരും ആകസ്മികമായി. ഇത് ആകസ്മികമല്ല, കൃത്യമായി സംഭവിച്ചു, കൃത്യമായി നിറവേറ്റപ്പെട്ടു. അത് വ്യക്തമായി തെളിയിക്കുന്നു ഇതാരാണ് ഇതിൻ്റെ പിന്നിൽ, ഈ വിവരങ്ങൾ നൽകിയതാരാണ്, ഈ ചരിത്ര സത്യങ്ങൾ വെളിപ്പെടുത്തിയതാരാണ്. ഒരു വ്യക്തിയെക്കുറിച്ച്. അത് മറ്റാരെക്കുറിച്ചുമല്ല, കർത്താവ് യേശുക്രിസ്തുവിനെക്കുറിച്ച്. കർത്താവ് യേശുവിൻ്റെ വരവ് മുൻകൂട്ടി തന്നെ പറഞ്ഞു. വരുമ്പോൾ അടയാളം ഉൾപ്പെടെ, എവിടെ ജനിക്കും, ഏത് പട്ടണത്തിൽ ജനിക്കും, പിന്നീട് എന്ത് സംഭവിക്കും, എത്ര വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കപ്പെടും, കുരിശിൽ കിടക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും, വസ്ത്രം പകുത്തെടുക്കും, കുന്തം കൊണ്ട് കുത്തും, ഉയർത്തെഴുന്നേൽക്കും. ഇതിങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് മുൻകൂട്ടി ചിന്തിക്കാൻ പോലുമുള്ള തെളിവുകളില്ല. ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല, ഇത് പ്രവചനമാണ് ഒരു വ്യക്തിയെക്കുറിച്ച്. അടുത്ത നമ്മുടെ പഠനത്തിൽ ക്രിസ്തുവിൻ്റെ ഈ ജീവിതത്തെക്കുറിച്ചുള്ള ചില പ്രവചനങ്ങൾ ചുരുക്കമായി മാത്രം ചിലത് നമുക്ക് നോക്കാം. ഇപ്പോൾ ബൈബിൾ ദൈവവചനമാണ്. ബൈബിളിൽ നിങ്ങളുടെ മേൽ, എൻ്റെ മേലൊരു അധികാരമുണ്ട്. പക്ഷെ നാം വിധേയപ്പെട്ടാൽ അധികാരം നമ്മെ അനുഗ്രഹിക്കും, വഴി നടത്തും നിത്യത്തിലേക്ക്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം നമ്മൾ അടുത്ത പഠനം. ഒരാഴ്ചത്തെ ഇടവേളയുണ്ട് ഇനി ക്ലാസ്സുകൾക്ക്. ഈ വർഷം അവസാനിക്കുകയാണ്. പുതിയ വർഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. നല്ല ഒരു മത്സരം, ആത്മീകമായി സമ്പന്നത നിറഞ്ഞ, ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കുന്ന ഒരു പുതിയ വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് നമ്മുടെ പഠനം ഇന്ന് അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജനുവരി മാസം 1-ാം തീയതി നമ്മുടെ ക്ലാസ്സുകൾ പുനരാരംഭിക്കുന്നതാണ്. താങ്ക് യു.